അല്ലാഹുവിന്റെ ഹബീബ് അറിയാതെ ലോകത്തൊരു നിഅമത്ത് വരുന്നില്ല. പുന്നാര നബി തങ്ങൾ അറിയാതെ ലോകത്തൊരു അനുഗ്രഹം വരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാതെ അവിടുന്ന് തരാത്ത അവിടത്തിലൂടെ ലഭിക്കാത്തൊരു നിഅമത്തും ലോകത്തേക്ക് വരുന്നില്ല. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ പുന്നാരമുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലാഹു നൽകുന്നു വഅന ഖാസിമു, ഞാനത് ഓഹരി ചെയ്തു തരുന്നവനാണ്. ആ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ നിഅമത്ത് ലോകത്തിറങ്ങുന്ന സമയം എപ്പോഴാണ്? എന്റെ സഹോദരിമാരെ, എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നിഅമത്ത് വരുന്ന സമയം? സുബഹി ബാങ്ക് വിളിക്കുന്ന ആ സമയം മുതൽ സൂര്യോദയം വരെയുള്ള സമയമാണ് അല്ലാഹുവിന്റെ നിഅമത്ത് ഇറങ്ങി വരുന്ന സമയം. സുബ്ഹാനല്ലാഹ്. സഹോദരിമാരിങ്ങനെ ചിരിക്കാറ്, പടച്ചോനെ ആ സമയം നല്ല ഉറക്കം വരാറുണ്ട്, അതുവരെയൊക്കെ ചൂടാണെങ്കിലും ആ സമയത്തൊരു തണുപ്പ് കിട്ടാറുണ്ട്. ഉസ്താദ് പറഞ്ഞത് ശരിയാണ്, നല്ലൊരു ഉറക്കം എന്ന് പറയുന്നത് നിഅമത്തല്ലേ, കുറച്ച് തണുപ്പുണ്ടാവുക എന്നത് ചൂടുകാലത്ത് നിഅമത്തല്ലേ. അപ്പൊ എല്ലാ നിഅമത്തും വരുന്നത് സുബഹിക്കാന്ന് പറയുന്നത് ശരിയാണ്. ഉമ്മമാരെ, നമുക്ക് പറ്റിപ്പോയ അബദ്ധം ഇതാണ്. മലപ്പുറത്തൊരു മണൽ തൊഴിലാളിയായ കൂട്ടുകാരൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എന്നോട് വന്ന സങ്കടം പറയുന്നു, ഉസ്താദേ ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്, പക്ഷേ എപ്പോഴും ഞാൻ കടത്തിലാണ്, സാമ്പത്തിക പ്രയാസത്തിലാണ്. ഇങ്ങനെ പരിതപിക്കുന്ന എത്രയോ കൂട്ടുകാരുണ്ട്. വീട് പണി പൂർത്തിയായി കിട്ടുന്നില്ല, കടം കൊണ്ട് വിഷമിക്കുന്നു, എപ്പോഴും ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. അത് രണ്ട് രൂപത്തിലുണ്ട്. എത്ര കിട്ടിയാലും മനസ്സിന് സമാധാനം വരാത്ത ചില രോഗികളുണ്ട്. അതിനേക്കാൾ വലിയ കട്ടപ്പാടുള്ളവരില്ല. ലോകത്ത് ഇതുവരെ സാമ്പത്തിക പ്രയാസം എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം രാവിലെ ഇറങ്ങുമ്പോ കയ്യിലൊന്നുമില്ല, വൈകുന്നേരമാകുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ വരികയാണ്, രാത്രി ഉറങ്ങുമ്പോഴേക്ക് അത് മുഴുവനും കാലിയാകുന്നു. അവസാനം വീട്ടിലെത്തുമ്പോ ചെറിയ കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കുന്നു, ചെറിയ ചില്ലറ പൈസ ഉണ്ടാകും, അത് വലിയ ആളുകൾക്ക് കൊടുക്കുന്നത് മാന്യതയല്ലല്ലോ. അതുകൊണ്ട് അടുത്ത വീട്ടിലെ കുട്ടികൾക്കും സ്വന്തം വീട്ടിലെ ചെറിയ കുട്ടികൾക്കൊക്കെ 25 പൈസയും 10 പൈസയൊക്കെ ഇങ്ങനെ എടുത്തു കൊടുത്തിട്ട് ഇനി എന്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് കുണ്ടൂർ ഉസ്താദിന് ഉറക്കം വരുന്നത്. മഹാനായ താജുൽ ഉലമ അല്ലാഹു അവിടത്തേക്ക് നമുക്ക് വേണ്ടി ദീർഘായുസ്സ് നൽകട്ടെ. എന്റെ സഹോദരങ്ങളെ, സാധുവായ ഞാൻ ഈ അടുത്ത ദിവസം അവിടെ ചെല്ലുമ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ധൈര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്റെ പേരിൽ ഒരു സെന്റ് ഭൂമിയില്ല, എനിക്ക് വീടുമില്ല, എന്റേതെന്ന് പറയാൻ എന്റെ കയ്യിൽ കാര്യമായി ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് റാഹത്താണ്, ഞാൻ സന്തുഷ്ടനാണ്. എന്തൊരു നല്ല വാക്കാണ്, എന്തൊരു നല്ല വാക്കാണ്, കേൾക്കാൻ എന്തൊരു ആനന്ദമാണ്. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കണ്ണങ്ങളെ, കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തിയത് ഒന്ന് പറയുന്നത് ഒരു ചെറിയ പത്തിരി കഷ്ണം, ഒരു ചെറിയ പത്തിരി കഷ്ണം, ഒരിത്തിരി കുടിക്കാൻ വെള്ളം, തൊണ്ടയിൽ കെട്ടാതിരിക്കാനുള്ള ഒരിത്തിരി വെള്ളവും, ഉണക്കപ്പത്തിരിയും, ഒരു ചെറിയ ചെറ്റപ്പുര തണല് കിട്ടാവുന്ന രൂപത്തിലുള്ള ഒരു പരയും, അത് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. അതെങ്ങാനും ഞാൻ നിഷേധിച്ചാൽ ലോകത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ നിഅമത്തിനെ നിഷേധിച്ചവനായി പോകുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്. എനിക്ക് അല്ലാഹു ഒരു വീട് തന്നിട്ടില്ല, താമസിക്കാൻ സൗകര്യവും തന്നു, എന്റെ പേരിൽ ഒരു ഭൂമിയില്ല, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ടതില്ല. എന്റെ കൂട്ടുകാരെ, അനുജന്മാരെ, ഇതാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ ഇന എന്ന് പറയുന്നത്. ആ ഇന ലഭിക്കുന്ന ഖൽബ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആ ഇന നമ്മുടെ കയ്യിലുണ്ടോ? ആവശ്യമുള്ള അളവിൽ, ആവശ്യമുള്ള വലിപ്പത്തിൽ, ആവശ്യമുള്ള സമയത്ത്
ആവശ്യമുള്ളത് മുഴുവനും പടച്ചറപ്പ് നമുക്ക് നൽകും. അതിനേക്കാളേറെ നിങ്ങൾ കൊതിക്കാത്ത കാലത്തോളം അള്ളാഹു നമുക്ക് നൽകും. ദുനിയാവിന്റെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടതേ ഇല്ല. അള്ളാഹു അത് ദുനിയാവ് നമ്മുടെ പിന്നാലെ കടന്നു വരുന്നതാണ്. ഞാൻ എന്റെ കൂട്ടുകാരോട് ഈ സമയത്ത് പറയുന്നത്, പക്ഷേ പലരുടെയും സങ്കടം എന്താണ്? കടം കൊണ്ട് വിഷമിക്കുന്നു ഉസ്താദേ, കുട്ടികളെ കെട്ടിക്കാനുണ്ട് വിഷമിക്കുന്നു ഉസ്താദേ, വീട്ടിലെപ്പോഴും രോഗമാണ് ഉസ്താദേ. ഞാൻ തീർത്തു പറഞ്ഞു, നിങ്ങളെ ഭാര്യയും മക്കളും സുബഹിക്ക് എണീക്കാറില്ല. ഇയാളെന്റെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കുന്നു. ഞാൻ ഇൽമുൽ ഗൈബ് പറഞ്ഞോന്നല്ല, വലിയ ആയതുകൊണ്ട് പറഞ്ഞോന്നല്ല, ഹബീബായ റസൂലുള്ളാഹി അവിടെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ വിതരണം നടത്തുന്ന സമയം സുബഹി ബാങ്ക് വിളിച്ച് സൂര്യോദയത്തിന്റെ ഇടയിലാണ്. അപ്പോഴാണ് നമ്മളൊക്കെ സുഖമായി കിടന്നുറങ്ങുന്നത്. ഫാത്തിമ ചിന്തിക്കാനാ ഞാൻ ഈ പറയുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിയിട്ടോ, ആദ്യം 1000ന്റെ നോട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ നമ്മൾ നല്ല കൂർക്കം വലിയ, പിന്നെ അത് 500 ആവും, പിന്നെ അത് 100 ആവും, 50 ആവും, 20 ആവും, 10 ആവും. 5ന്റെ ആ ചുരുണ്ട നോട്ട് കൊടുക്കാനാകുമ്പോഴാ നമുക്ക് അങ്ങനെ ഹയാത്താണ് നിക്കരിച്ചൊക്കെ ചെയ്യും നമ്മൾ. പക്ഷേ ആഖിർ വക്തില് ചാടിക്കൊടുത്തിട്ട് വേഗം നിക്കരിക്കുമ്പോ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണ്? ആ ചുരുണ്ട 5ന്റെ നോട്ട്. പിന്നെ ആ വീട്ടിൽ കടം കൂടും, പിന്നെ ആ വീട്ടിൽ വീട് പണി പൂർത്തിയാവും, പിന്നെ ആ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവോ? ഞാൻ പറഞ്ഞു, 6 മാസം സുബഹി ബാങ്ക് വിളിക്കുമ്പോ നിന്റെ ഭാര്യ ഉണരണം, എന്നെ ഒരു ദിക്ർ ചെല്ലണം, നിന്റെ മക്കളെ ഇടിക്കണം, പിന്നെ ഒരു ദിക്ർ ചെല്ലണം. സുബ്ഹാനല്ലാഹ്. 6 മാസം കഴിഞ്ഞപ്പോ ആ സുഹൃത്ത് വന്നോട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു 100% സത്യമാണ്. ഇപ്പോഴും വീട്ടിൽ നിന്ന് 6 മാസത്തിനിടയ്ക്ക് ആശുപത്രിയിൽ പോയിട്ടില്ല, യാതൊരു വിഷമവും ഉണ്ടായിട്ടില്ല. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നത്, കൽബിൽ ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ പരീക്ഷിച്ചു നോക്കൂ. 10 കുട്ടികളുടെ വാപ്പയാണ് താഹിർ തക്കാഫി. ഒരു കുട്ടിയായപ്പോ എനിക്ക് എത്ര സമ്പത്ത് ബാക്കിയുണ്ടോ അത്ര തന്നെ സമ്പത്ത് ഈ 10 കുട്ടികളെ ഭംഗിയായി വളർത്തുമ്പോഴും എനിക്ക് ബാക്കിയുണ്ട്. പേടിക്കണ്ട. ഞാൻ എന്റെ മോളെ കല്യാണം ചെയ്തു. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരാളോട് ഒരു ചില്ലിക്കാശ് അതിനു വേണ്ടി ചോദിച്ചില്ല. ഹദിയായി സ്വീകരിക്കാവുന്ന ഒരാളെയും ഞാൻ വിളിച്ചില്ല. ആരെയും അതിന്റെ പേരിൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എന്തേ കാരണം? ആവശ്യമുള്ള അളവിൽ ആവശ്യമുള്ള അത്ര എന്റെ റബ്ബെനിക്ക് തരുമെന്ന യഖീനോടുകൂടി എനിക്ക് അല്ലാഹു 10 കുട്ടികളെ തന്നു. ഒരു കുട്ടിക്ക് പോലും ആശുപത്രിയിലേക്ക് പോവേണ്ടി വന്നില്ല. പഠിച്ചു വെച്ചോ, ഒരു കുട്ടിയുടെ പ്രസവത്തിനും ആശുപത്രി കാണേണ്ടി വന്നില്ല. എന്റെ ഭാര്യക്ക് അല്ലാഹു ചെയ്തു തരുന്ന നിഅമത്താണ്, എന്റെ പവറല്ല. ഹബീബ് റസൂലുള്ളാഹി അവിടുത്തെ പറയുന്നത് വിശ്വസിക്കണം, പ്രസംഗിച്ചാൽ പോരാ. അല്ലാഹു നമ്മുടെ കൽബിൽ യഖീൻ നൽകുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരാൾ എത്ര സമയത്താണ് സുബഹിയാകുമ്പോ എണീക്കേണ്ടത്? അതിന്റെ ആവറേജ് ടൈം എപ്പോഴാണ്? കൂടിയാൽ എവിടം വരെ ആവാമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സുഖമായി ഉറങ്ങുന്ന ഒരു ചെറുപ്പക്കാരന്റെ രാവിലെ എണീക്കുകയാണ്. എണീറ്റ് റാഹത്തായി ആ ചെറുപ്പക്കാരൻ നിങ്ങൾ പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്. പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ആ ചെറുപ്പക്കാരൻ നേരെ റൂമിലേക്ക് പോയി കുളിച്ച് വൃത്തിയായി ഭംഗിയായി ഭക്ഷണം കഴിച്ചു. അയാൾ നേരെ ഓഫീസിൽ പോയിരുന്നു. നെറ്റിന്റെ മുന്നിൽ അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫ്രാൻസിൽ നിന്ന്, ജപ്പാനിൽ നിന്ന്, അതുപോലെ തന്നെ ലോകത്തിന്റെ കൊറിയയിൽ നിന്ന് വ്യത്യസ്ത രാഷ്ട്രങ്ങളിലെ പാർട്സുകൾ അയാൾക്ക് നെറ്റിലൂടെ ഇങ്ങനെ കിട്ടും. ആ പാർട്സുകൾ വെച്ചിട്ട് അയാൾ പുതിയൊരു പ്രൊഡക്ഷന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുക. കമ്പനിയിലെ ഏറ്റവും ഉയർന്ന കമ്പ്യൂട്ടർ മുന്നിൽ വെച്ചിട്ട് ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലെ വ്യത്യസ്തങ്ങളായ പാട്ടുകൾ വെച്ച് ഒരു പുതിയ പ്രൊഡക്റ്റ് ലോകത്തിന് സമ്മാനിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ തല ചൂട് പിടിക്കുന്നു. അയാൾ ഇങ്ങനെ ചൂട് പിടിച്ചു നിൽക്കുകയാണ്. അതങ്ങനെ തലച്ചോറിൽ കയറിയിട്ട് ആ പാർട്സുകൾ വെച്ചുള്ള പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ആലോചനയുടെ കടുപ്പം കൊണ്ട് അയാൾ റൂം മറക്കുന്നു. അയാൾ
ഭാര്യയെ മറക്കുന്നു, അയാളെ വീട് മറക്കുന്നു, പരിസരം മറക്കുന്നു. അയാളെ മനസ്സിൽ തന്റെ മുന്നിൽ വരുന്ന വ്യത്യസ്തങ്ങളായ പാർട്സുകൾ വെച്ച് ഈ പുതിയ പ്രൊഡക്റ്റ് എങ്ങനെ വിപണിയിൽ ഇറക്കാമെന്ന് മാത്രം ചിന്തിച്ച് ചൂട് പിടിക്കുമ്പോ പെട്ടെന്നൊരു അനൗൺസ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. മോനെ, നിനക്ക് വിജയിക്കണമെങ്കിൽ നിന്റെ ബ്രെയിൻ ആവശ്യത്തിലേറെ ചൂട് കൊടുത്തുകൂടാ. അതൊന്ന് തണുപ്പിക്കാൻ സമയമായിട്ടുണ്ട്. വേഗം പോയി ആ ഹൃദയത്തെ ഒന്ന് തണുപ്പിച്ചോ. ഉടനെ ആ ചെറുപ്പക്കാരൻ എണീക്കുകയാണ്. നേരെ പോയി അയാൾ ശരീരത്തെ തണുപ്പിക്കുന്നു. ആദ്യം അതിന് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ ഞരമ്പുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഭാഗം മുഴുവനും കഴുകുകയാണ്. ആദ്യം തന്നെ കൈ 3 പ്രാവശ്യം കഴുകി, വായ കഴുകി, മുഖം കഴുകി, കാല് കഴുകി. ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ചൂടുള്ള ഭാഗങ്ങൾ മുഴുവനും തണുപ്പിക്കാൻ ശാസ്ത്രലോകം പറഞ്ഞ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അയാൾ കഴുകി വൃത്തിയാക്കി. ഇനി ചൂട് പിടിച്ചു നിൽക്കുന്ന മനസ്സുകൂടിയുണ്ട്. ആ മനസ്സ് ഒന്ന് തണുപ്പിക്കണം. ഉടനെ അയാൾ ചെല്ലുന്നത് മനസ്സ് തണുക്കാൻ ഏക കെമിക്കൽ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. നേരെ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് നിന്നു. അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി അല്ലാഹുവിനെ വിളിച്ചു വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള്. ഈ അനന്തമായ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബേ, നിന്നിലേക്ക് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. അല്ലാഹ്, ഈ ചിന്ത മനസ്സിന്റെ അന്തരാളത്തിലേക്ക് അയാൾക്കങ്ങ് കയറി വന്നപ്പോ അയാൾ മറക്കുകയാണ്. നിൽക്കുന്നത് എവിടെയാണ്, എന്റെ പരിസരം എന്താണ്, എനിക്ക് ചെയ്യാനുള്ള ജോലി എന്താണ്, ഇതൊന്നും അയാളെ മനസ്സിലില്ല. അല്ലാഹ് 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 എന്ന ചിന്തയിൽ ലയിച്ചു നിൽക്കുന്ന ആ മനുഷ്യൻ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ അമ്പേറ്റ് കിടക്കുമ്പോ അമ്പ് പറിച്ചെടുക്കാൻ ആവശ്യപ്പെടുന്നത്, ഞാൻ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറിച്ചെടുക്കണേ. ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ മദീന മുഴുവനും അറിയുന്നു. എന്തേ കാരണം? അനൗൺസ് ചെയ്തിട്ടല്ല. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ആ എണ്ണ കടിഭാഗത്ത് തീ കൊടുത്താൽ എണ്ണ പെടയുന്ന ശബ്ദം പോലെ പുന്നാര മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബ് പെടുകയാണ്. ആ പെടയുന്ന ശബ്ദം മദീന മുഴുവനും കേൾക്കുകയാണ്. അല്ലാഹുവിലേക്ക് ലയിച്ചു പോകുന്ന ഹബീബ് റസൂലുള്ളാഹ്, അവിടുത്തെ സ്വഹാബികൾ മുഴുവനും ഇങ്ങനെ തന്നെ. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയോരത്തിൽ പുന്നാര മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ വിളിച്ചു പറയുന്നു, സ്വഹാബത്ത്, നമുക്കിവിടെ വിഷമിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നമുക്ക് നേരെ ഒരു ആക്രമണം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 പേര് അവിടെ പോയി കാവൽ നിൽക്കണേ. ഒരു മുഹാജിറും ഒരു അൻസാരിയും എണീറ്റ് നിൽക്കുകയാണ്. 2 പേരും നബി തങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കാൻ പുറപ്പെടുന്നു. ആ പർവ്വതത്തിന്റെ മുകളിൽ എത്തിപ്പോയി. അപ്പോഴതാ 2 പേർക്കുമിടയിൽ ഗൗരവത്തിലുള്ള ഒരു ചർച്ച വരികയാണ്. നമ്മൾ 2 പേരും കാവൽ നിന്നാൽ ആ 2 പേരും കുറെ കഴിയുമ്പോ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് ഒരാൾ കാവൽ നിൽക്കുക, പകുതി സമയം ഒരാൾ ഉറങ്ങുക, പിന്നെ ബാക്കി വരുന്ന സമയത്ത് മറ്റേയാൾ കാവൽ നിൽക്കുക. നേരത്തെ കാവൽ നിന്ന ആൾ ഉറങ്ങുക. വല്ല അപകടവും വന്നാലും വിളിച്ചുണർത്താമല്ലോ. 2 പേരും കാവൽ നിന്നാൽ നബി തങ്ങൾ കാവൽ നഷ്ടപ്പെട്ടു പോകും. 2 പേരും ഒന്ന് മയങ്ങിപ്പോയാൽ അപകടമല്ലേ. 2 പേരും തീരുമാനിക്കുന്നു. അതാ അൻസാരിയായ ചെറുപ്പക്കാരൻ കാവൽ നിൽക്കുന്നു, മുഹാജിറായ കൂട്ടുകാരൻ അതാ നേരെ ഉറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, പെട്ടെന്നാണ് അൻസാരി വിളിച്ചുണർത്തുന്നത്. ഉണർന്നു നോക്കുമ്പോ മുഹാജിർ കാണുന്ന രംഗം എന്താണ്? ശരീരം മുഴുവനും അമ്പുകളേറ്റ് മരണത്തെ മുഖാമുഖം കാണുന്ന കൂട്ടുകാരനെയാണ്. പെട്ടെന്ന് മുഹാജിറായ കൂട്ടുകാരന്റെ ചോദ്യം, സുഹൃത്തേ, നേരത്തെ എന്തുകൊണ്ട് എന്നെ വിളിച്ചുണർത്തിയില്ല? ആദ്യത്തെ അമ്പ് വരുമ്പോൾ തന്നെ എന്തേ വിളിച്ചില്ല? അദ്ദേഹത്തിന്റെ പ്രതികരണം, ഞാൻ നിസ്കരിക്കാനെന്ന് നിന്നു. അതാ ഫാത്തിഹ കഴിഞ്ഞിട്ട് അൽ ബഖറ സൂറത്തങ്ങ് തുടങ്ങി. അൽ ബഖറ സൂറത്തിന്റെ അപൂർവമായ ഭംഗി എന്റെ മനസ്സിലേക്ക് അങ്ങ് കയറി വന്നപ്പോ, ആ ലഹരിയിൽ ഞാനിങ്ങനെ മതിമറന്നു നിന്നപ്പോ എന്റെ നെഞ്ചിൽ വന്ന് പതിച്ച ആ അമ്പന്റെ മനസ്സിനെ മുറിപ്പെടുത്തിയില്ല. എന്റെ മനസ്സ് മുഴുവനും അൽ ബഖറയിലാണ്. 2ാമത്തെ അമ്പ് വന്നു, 3ാമത്തെ അമ്പ് വന്നു. ഒരുപാട് അമ്പുകളേറ്റ് ഞാനങ്ങ് മരിച്ചാൽ എന്റെ ഹബീബിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ലല്ലോ.
എന്നൊരു ചിന്ത വന്നില്ലെങ്കിൽ ഞാനങ്ങ് മരിച്ചു വീണാലും അൽബക്കറ മുറിച്ചു കളയാൻ എന്റെ മനസ്സ് സമ്മതിക്കുമായിരുന്നില്ല. കരളിന്റെ കട്ടങ്ങളെ ചെറുപ്പക്കാരെ, ഇതാണ് മനുഷ്യൻ അല്ലാഹുവിലേക്ക് ലയിച്ചു കിടക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനുമായി സംസാരിക്കുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി അനുഭവിക്കുന്ന സന്തോഷം. അതുകൊണ്ടാണ് മഹാനായ താജുൽ ഉലമ, അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഞാനിടയ്ക്ക് ആലിമീങ്ങളെ ഇങ്ങനെ പറയുമ്പോ ചെറുപ്പക്കാര് ധരിക്കണ്ട ഇയാൾ കുറെ അവരുടെ നേതാക്കളെ മദ്ഹ് പറയാമെന്ന ആളാണ്, അതിന് തന്നെ വന്നവരാണ്. ഭൂമി ലോകത്തേക്ക് താഹിറിനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തന്നെ മദ്ഹ് പറയലാണ്. മഹാന്മാരുടെ മദ്ഹ് പറയുന്നതിനേക്കാൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന മറ്റൊരു മാർഗവുമില്ല. നമുക്ക് നൽകിയിരിക്കുന്ന ശക്തിയും മഹാന്മാരെ മദ്ഹ് പറഞ്ഞ് അതിലൂടെ തന്നെ സലാമത്താവാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ചെറുപ്പക്കാരെ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മഹാന്മാരെ കുറിച്ച് ഞാൻ പറയുമ്പോ സാധാരണക്കാർക്കൊരു ധാരണ പശുകൊണ്ട് മുത്തുനബിയുടെ കൂടെ ജീവിച്ചവരല്ലേ, അവർ അല്ലാഹു ഖൽബ് പ്രത്യേകമായി പരീക്ഷണം നടത്തി വിജയിപ്പിച്ചവരല്ലേ. ആ മഹാന്മാർക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ നമുക്ക് കഴിയുമോ എന്ന് അത് വരാതിരിക്കാനാണ് ഇടയ്ക്ക് നമ്മുടെ ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മഹാന്മാരെ ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, 93 വയസ്സായ മഹാനായ താജുൽ ഉലമക്ക് ഇപ്പോഴും 11 റക്അത്ത് കൃത്യമായി ഇത്ര നിസ്കരിക്കാൻ നിന്നുകൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് രോഗമില്ലാഞ്ഞിട്ടല്ല, ക്ഷീണമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് പടച്ച റബ്ബിലങ്ങ് ലയിക്കുന്ന സമയത്ത് മഹാന്മാരുടെ സ്വഭാവം അതാണ്. അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ലയിക്കുമ്പോ കൽബിന് വല്ലാത്ത സമാധാനമാണ്, വല്ലാത്തൊരു റാഹത്താണ്. അല്ലാഹു അവരെ പോലെ അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. എന്റെ കരളിന്റെ കട്ടങ്ങളെ കൃത്യമായി ആ ചെറുപ്പക്കാരൻ നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് വരുന്നത്, പഠിച്ചനെ പ്രൊജക്ട് പൂർത്തിയായില്ല, ഞാൻ ആരംഭിച്ച എന്റെ പരിപാടിയോടെ ബാക്കി നിൽക്കുകയാണ്, അത് പൂർത്തിയാക്കാനുണ്ടല്ലോ. ഓഫീസിലെത്തിയ അയാൾ വീണ്ടും കമ്പ്യൂട്ടർ ഓൺ ചെയ്തു, നെറ്റിലേക്ക് കയറിയ അയാൾ വർക്കങ്ങ് ചൂട് പിടിക്കുന്നു. മനസ്സ് വല്ലാതെ ചൂട് പിടിക്കുമ്പോ അയാള് വീണ്ടും കുടുംബം മറക്കുന്നു, ഭാര്യയെ മറക്കുന്നു, മക്കളെ മറക്കുന്നു, അടുത്തിരിക്കുന്നവരെ മറക്കുന്നു. അയാളുടെ മനസ്സ് മുഴുവനും ഈ നെറ്റിൽ മാത്രം ഒരുങ്ങി നിൽക്കുകയാണ്. ലോകത്തിന് നാളെ ഞാൻ സമ്മാനിക്കാൻ പോകുന്ന ഏറ്റവും നല്ല പ്രൊജക്ടിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മനസ്സ് വല്ലാതെ അത്യുഷ്ണത്തിലെത്തുമ്പോ പെട്ടെന്ന് മതം കടന്നു വരുന്നു, അല്ലാഹു കടന്നു വരുന്നു. പടച്ച റബ്ബിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറയുന്നത്, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. മോനെ, ഇങ്ങനെ ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രം ആലോചിച്ച് തലപുണ്ണാക്കിയാൽ മതിയോ? ഭാര്യക്ക് മാക്സി എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ ദിവസമല്ലേ, ഉമ്മാക്ക് മരുന്ന് വാങ്ങേണ്ട ദിവസമല്ലേ, മോൾക്ക് ബാഗ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? വേഗം അത് വാങ്ങിക്കൊടുക്കാൻ നിനക്ക് ബാധ്യതയില്ലേ? അവരൊക്കെ നിന്നെ മാത്രം കാത്തിരിക്കുന്നവരല്ലേ, മറ്റൊരാൾ അവരെ സംരക്ഷിക്കാനില്ലല്ലോ. നിന്റെ കയ്യിലെ അമാനത്ത് മുതലല്ലേ. ആ പുഞ്ചിരിക്കുന്ന പിഞ്ചു പൈതലിന്റെ മുന്നിലേക്ക് ബാഗില്ലാതെ എങ്ങനെയാണ് നീ ചെല്ലുക? ചിന്ത വരുമ്പോ അവനതാ അതൊക്കെ മാറ്റിവെച്ചു. വേഗം പോയി ശരീരത്തെ വൃത്തിയാക്കി, ശരീരത്തൊക്കെ ഒന്ന് തണുപ്പിച്ചു, മുഖം കഴുകി, കാല് കഴുകി, അതാ ചെവി തടവി, ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ തണുപ്പിച്ചിട്ട് പടച്ച റബ്ബിലേക്ക് രണ്ടാമതും ഹൃദയമങ്ങ് കൊടുത്ത് ചൂട് പിടിച്ച കൽബ് ഭംഗിയായൊന്ന് തണുപ്പിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഷോപ്പിങ്ങിന് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, കടയിലങ്ങ് കയറുമ്പോ ഒന്നിനൊന്ന് മെച്ചമാണ്. ഏതാണ് എടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഒരു സാരി എടുത്താ ഒരു സാരി അതിന് കൂടെ കൊടുക്കുകയാണ്. ഇങ്ങനെ ഓഫറുകളുടെ പെരുമഴ ഇങ്ങനെ പെയ്യുകയാണ്. ആവേശത്തോടെ ഒരു കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക്, അതിൽ നിന്ന് അപ്പുറത്തെ കടയിലേക്ക് ഷോപ്പിങ്ങിനെ ചൂട് പിടിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോ പെട്ടെന്നതാ അനൗൺസ് വരുന്നു, മതത്തിന്റെ അനൗൺസ്, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. മോനെ, നിന്റെ ഭാര്യ എത്ര ദിവസം കൂടെ കിടക്കാനുണ്ടാവുക? പുന്നാരമോൻ എത്ര സമയമാണ്
നിന്റെ കൂടെ ഉണ്ടാവുക. നിന്റെ വാപ്പയും ഉമ്മയും എത്ര കാലഘട്ടമാണ് ഉണ്ടാവുക. ഇന്ന് രാത്രി നിനക്കൊരു അറ്റാക്ക് സംഭവിച്ചാൽ നിന്റെ വീട് നിനക്കില്ല, നിന്റെ പുന്നാര മക്കള് കൂടെയില്ല, സമാശ്വസിപ്പിക്കാൻ ഭാര്യയില്ല, പ്രിയപ്പെട്ട മാതാപിതാക്കളും നാട്ടുകാരും കുടുംബമില്ല. 7 അടി മണ്ണിയുടെ 6 അതാ അടിയിലേക്ക് നിന്നെ കൊണ്ടുപോയി വെക്കുകയാണ്. കൂരിരുട്ടുള്ള കബറിന്റെ ഉള്ളിൽ ഒറ്റക്ക് നീ കിടക്കുന്ന സമയത്ത് നിനക്ക് ജീവനെ നഷ്ടപ്പെട്ടിട്ടുള്ള ബുദ്ധി നഷ്ടപ്പെട്ടില്ല. ഞാൻ കിടക്കുന്നത് കബറിലാണ്. എന്റെ മുകളിൽ മണ്ണാണ്, താഴെ മണ്ണാണ്, വലതു ഭാഗത്ത് മണ്ണാണ്, ഇടതു ഭാഗത്ത് മണ്ണാണ്. എന്റെ ചുറ്റുഭാഗത്തും നിറയെ കബറുകളാണ്. എന്റെ ഭാര്യ എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ കട്ടിലിൽ എന്റെ റൂമിൽ സുഖമായി കിടന്നുറങ്ങുന്നു. എന്റെ മക്കള് കിടന്നുറങ്ങുന്നു. അവരിന്നും TV ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പള്ളിക്കാട്ടിലെ കൂരിരുട്ടിൽ മണ്ണിനടിയിൽ ഒറ്റക്കാണ്. എനിക്കാരുമില്ല, എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന സമയത്ത് നീ കരയുന്ന കരച്ചിലെങ്ങാനും നിന്റെ ബാപ്പ കേട്ടാൽ, നിന്റെ അനുജനോ നിന്റെ മകനോ കേട്ടാൽ ബുദ്ധിയോടവന് ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അത്രയും വലിയ കരച്ചിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഇഴച്ചിൽ വരുന്നത്. സുബ്ഹാനല്ലാഹ്. നോക്കുമ്പോ ഒരു ജീവനുള്ള സർപ്പമുണ്ട്. ബുദ്ധിയുള്ള നിന്റെ നെഞ്ചിലൂടെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു വന്ന് നിന്റെ നെഞ്ചിൽ കടന്ന് മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നു. ഇറങ്ങി ഓടാൻ കഴിയുമോ? മുകളിൽ മണ്ണല്ലേ. കരഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? കഥയല്ല അനുജന്മാരെ, കഥയല്ല, താഹിന്ന് പ്രസംഗിക്കാനുള്ള മാറ്ററല്ല. അനുഭവിക്കേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്. ഇന്ന് രാത്രി ഞാൻ മരണപ്പെട്ടാൽ നാളെ എനിക്ക് വരാനിരിക്കുന്ന അവസ്ഥയാണ്. ആ കബറിൽ കിടന്ന് ഞാനും നിങ്ങളും പടയുമ്പോ നിന്റെ നെഞ്ചിൽ കിടന്ന് ഭീകരമായ സർപ്പം നിന്റെ മുഖത്ത് നോക്കി തുറച്ചു നോക്കുമ്പോ ഒരൊറ്റ കൊത്തങ്ങ് കൊത്തിയാൽ 70,000 വർഷം വേദന കൊണ്ട് പടയാത്ത ആ സർപ്പത്തിന്റെ മുഖത്ത് നോക്കി വാവിട്ട് നിലവിളിക്കുമ്പോ നിന്നെ രക്ഷപ്പെടുത്താൻ അവിടെ വാപ്പയില്ല, മക്കളില്ല, നാട്ടുകാരില്ല, പാർട്ടി നേതാക്കളില്ല, MLA-മാരില്ല, MP-മാരില്ല, സംഘടനാ നേതാക്കളില്ല. അവിടെ നിന്നെ രക്ഷപ്പെടുത്താൻ കടന്നു വരുന്ന നേതാവ് നിന്റെ ഇബാദത്താണ് ഒന്ന്. ആ ഇബാദത്തിനും കടന്നു വരണമെങ്കിൽ ഒരു നേതാവിന്റെ റെക്കമെൻഡ് വേണം. അഷ്റഫുൽ വജൂദ് റസൂലുള്ളാഹി. അവിടുത്തെ സമ്മതമില്ലാതെ ഒരിക്കലും ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അവിടുത്തെ മഹത്വം പറഞ്ഞു തീർക്കാനും നമുക്ക് കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവിടെ കിടക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ വരാൻ ഒരു തബാറക നീ ഓതേണ്ടതില്ലേ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഒരു യാസീൻ ഖുർആനിന്റെ ഹൃദയം നിന്റെ കൂടെ വേണ്ടേ? നിന്റെ കൂടെ ഖബറിലേക്ക് വരാൻ കഴിയുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള ഒരു 100 സ്വലാത്ത് നീ ചൊല്ലേണ്ടതില്ലേ? ആ ചോദ്യം വന്ന് ചോദിക്കുകയാണ്. ചെറുപ്പക്കാരെ, സഹോദരിമാരെ, മറക്കണ്ട. നീ നിന്റെ കൂടെ കൊണ്ടുപോകുന്ന ഖുർആനില്ലേ, ആ ഖുർആനത്തെ നീ പാരായണം ചെയ്തോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഖുർആൻ നീ മരിക്കുമ്പോൾ നിന്റെ ചാരത്തുണ്ട്, മറക്കല്ല. നിന്റെ തുണി അഴിക്കുന്നു, നിന്റെ ട്രൗസർ അഴിക്കുന്നു, നിന്റെ ശരീരത്തിലുള്ള സകല വസ്ത്രങ്ങളും അഴിച്ചു മാറ്റി, നിന്റെ റിസ്റ്റ് വാച്ചു മാറ്റി വെച്ചു. നിനക്കായി ഒന്നുമില്ലെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ ഒരു ചെറിയ മുണ്ട് പോലുമില്ലാത്ത, ഒരു പായ വിരിക്കാത്ത പഴയ പടിയില് അതാ നീണ്ടു നിവർന്ന് നീ ഇങ്ങനെ കിടക്കുകയാണ്. എന്തൊരു പ്രൗഢമുള്ള മെത്ത മറ്റേ റൂമിൽ നീ തന്നെ വാങ്ങിയത് കാത്തിരിപ്പുണ്ട്. ഇന്നലെ വന്നപ്പോ കൊണ്ടുവന്ന ഏറ്റവും നല്ല, ഏറ്റവും വിലപിടിപ്പുള്ള ഭംഗിയുള്ള വിരിപ്പുണ്ട്. നിന്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന വിലപിടിപ്പുള്ള വസ്ത്രമുണ്ട്. പക്ഷേ അതേ വസ്ത്രങ്ങളെയൊക്കെ മാറ്റിവെച്ചിട്ട് മക്കൾ തന്നെ വന്ന് മതാ നിന്നെ സുഖമായി കിടത്തിയിരിക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത് നേരിയൊരു തുണി കൊണ്ട് പറിച്ചിട്ടുണ്ട്. വളരെ വില കുറഞ്ഞ തുണിയാണ്. ആ തുണി മറന്നു പോവണ്ട. ആ സമയത്ത് ആ തുണിക്കടിയിൽ നിന്നെ പറ്റിപ്പിടിച്ച് നിന്നെ വിടാതെ നിൽക്കുന്ന ഏക കൂട്ടുകാരൻ വിശുദ്ധ ഖുർആൻ. നിന്നെ കുളിപ്പിക്കുമ്പോ ഒന്ന് മാറി നിൽക്കുകയാണ്. കഫൻ ചെയ്യുമ്പോഴോ ആരും
കാണുന്നില്ല, പക്ഷേ ഖുർആനോട് വരുന്നില്ല, ഞാൻ നിന്നെ വിടില്ല, ഞാൻ നിന്നെ വിടില്ല, ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് ചുറ്റുഭാഗത്തും കൂടിയിട്ട് നിന്റെ കസമ്പുടയുടെ അകത്തളത്തിൽ വന്ന് നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഖബറിലേക്ക് നിന്നെ വെക്കുമ്പോ ഉമ്മ മറക്കുന്നു, ബാപ്പ നിന്നെ കൈയൊഴിക്കുന്നു, മക്കള് എല്ലാ സമയത്തും കൂടെയുണ്ട്, ഖബർ വരെ കൂടെ വരുന്നുണ്ട്, അങ്ങോട്ടില്ല. ഇനി പള്ളിക്കാട്ടിലെ മുന്നിനടിയിൽ ഒറ്റക്കാർ, ആ സമയത്ത് നിന്റെ കൂടെ നിന്റെ ഖുർആൻ കസമ്പുടയിലൂടെ ഉണ്ട്, മറക്കല്ല. ആ ഖുർആൻ ഖബറിലേക്ക് വെക്കുമ്പോഴാണ് മലായിക്കത്ത് ചോദ്യം ചെയ്യാൻ വരുന്നത്. ഖുർആൻ പറയും, എന്റെ ആളാ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. മുൻകർ നക്കീർ അലൈഹിസ്സലാം പറയും, റബ്ബിന്റെ ഖദാണ്, നടക്കാതിരിക്കാനാവില്ലല്ലോ. ഉടനെ ഖുർആൻ പറക്കുന്നു, പറന്നിട്ട് സ്വർഗ്ഗലോകത്ത് ചെല്ലുന്നു, പടച്ച റബ്ബിനോട് അപേക്ഷിക്കുന്നു, അല്ലാഹ് എന്റെ ഒരാളുണ്ട് മണ്ണിനടിയിൽ കിടക്കുന്നു, എന്നെ താഴെ വെക്കാത്തവൻ, എന്റെ ശരീര കഷ്ണം കാണുമ്പോ ആദരവോടെ ബഹുമാനിച്ചു വെച്ചവൻ, എന്നെ കാണുമ്പോൾ ചുംബിച്ചവൻ, എന്റെ വാക്കുകളാകുന്ന ഖുർആൻ കാണുമ്പോ അതുപോലെ സൂക്ഷിച്ചു വെച്ച ആൾ, എന്നെ ബഹുമാനപൂർവ്വം പാരായണം ചെയ്ത ആൾ, പിഞ്ചു പൈതം ഒരു ഭാഗത്ത് വീഴുമ്പോ വിശുദ്ധ ഖുർആൻ മറുഭാഗത്ത് വീഴുമ്പോ പിഞ്ചു പൈതലിനെ മാറ്റിവെച്ച് ഖുർആൻ പിടിക്കാൻ അശി പിടിച്ചവൻ, ആ ഖുർആൻ പറയുന്നത്, യഥാവൻ മണ്ണിൽ കിടക്കുകയാണ് റബ്ബേ, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ. ആ കൂട്ടുകാരന് വിരിക്കാനൊരു സ്വർഗീയ വസ്ത്രം, പുതക്കാനൊരു സ്വർഗീയ വസ്ത്രം, ഇത്തിരി തലവെക്കാൻ അവന് തലയിണ സ്വർഗത്തിൽ നിന്ന് വേണമല്ല, അവന് ഭക്ഷണം വേണം റബ്ബേ. ഖുർആനിന്റെ ചോദ്യം കേൾക്കുമ്പോൾ അല്ലാഹു അനുവദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു വലിയ യാത്ര തന്നെ വരുന്നു, പ്രൗഢമായ നേതൃത്വം അത് ഖുർആനാണ്. അതിന്റെ പിന്നിൽ മലായിക്കത്ത് വലിയൊരു സമ്മേളനത്തിന്റെ പ്രകടനമായി വരികയാണ്. ആ വരുന്നതിന്റെ മുന്നോടിയായി ഓടിയെത്തുകയാണ് ഖുർആൻ. ഖബറാളിയുടെ ചാരത്ത് വന്ന് ചോദിക്കും, താഹിറേ നീ വിഷമിച്ചോ, നീ ഒറ്റപ്പെട്ടു പോയോ? ഞാൻ നിന്നെ കൈയൊഴിച്ചതല്ല കേട്ടോ, വിഷമ സമയത്ത് നിന്നെ ഒരിക്കലും നിന്നെ ഒഴിവാക്കിയതല്ല കേട്ടോ. ഈ കിടക്കുന്ന രംഗം കാണാൻ എന്നെ സ്നേഹിച്ച, എന്നെ ആദരിച്ച, എന്നെ ബഹുമാനിച്ച, എന്നെ വല്ലാതെ പ്രണയിച്ച നിന്നെ ഈ കിടക്കുന്ന വിരിപ്പിൽ കിടത്താൻ പാടില്ലല്ലോ എന്ന് കരുതി ആ സ്വർഗത്തിലേക്ക് പോയി സ്വർഗീയ വസ്ത്രവും തലയിണയും വിരിപ്പും ഭക്ഷണവും വാങ്ങി വന്നതാണ്. ഇതാ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗത്തിലെ വസ്ത്രങ്ങളുമായി കടന്നു വരുന്ന ഖുർആൻ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഇശാക്കിടയിൽ കൃത്യമായി പാരായണം ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ്. ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരത് മറന്നുപോയി. നല്ലവരെന്ന് മേനി നടിക്കുന്ന ഞാനും എന്റെ കൂട്ടുകാരും പുറത്തിറങ്ങുമ്പോൾ കടയിൽ വെറുതെ ഇരുന്ന് തമാശ പൊട്ടിക്കുകയാണ്. വലിയ വലിയ കാര്യങ്ങൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും അറിയാം, ഞാൻ ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു പരിഹാരമാവില്ല. ആ വിഷയത്തിൽ എനിക്കൊരു റോളുമില്ല, തീർച്ചയാണ്. എന്നിട്ടും ഘോരഘോരം ബാധിക്കുകയാണ്. ഇശാമഗ്‌രിബിന്റെ ഇടയിൽ നമ്മുടെ മനസ്സിൽ ഒരു യാസീൻ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചത് മറക്കുന്നത് വലിയ അബദ്ധമാണ്. അതുകൊണ്ട് യാസീൻ മറക്കാതിരിക്കാൻ ദിവസവും ഒരു യാസീനെങ്കിലും ഓതണമെന്ന് ചിന്തിക്കുന്ന എത്ര പേരുടെ ശബ്ദം കേൾക്കുന്ന വലിയ സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവിടെ യാസീൻ മറന്നുവല്ലേ? ഞാൻ ചോദിക്കട്ടോ, ഫാത്തിഹ ഓതാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? പോവട്ടെ, അതിനേക്കാൾ ചെന്ന് ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ 101 ഖുൽ ഹുവല്ലാഹു ഞാൻ ഓതട്ടെ എന്ന് തീരുമാനിക്കുന്നതിന്റെ ആ തടസ്സമുള്ളത് കടയിൽ നിന്ന് സംസാരിക്കുമ്പോഴും കഴിയുന്നതല്ലേ ഖുൽ ഹുവല്ലാഹു സൂറത്ത്? എത്ര മഹത്വമാണ് ഖുൽ ഹുവല്ലാഹു സൂറത്തിന്! ഖുർആനിന്റെ 101 പദവിയല്ലേ അല്ലാഹു നൽകിയിരിക്കുന്നത്. ഞാനതിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഖുൽ ഹുവല്ലാഹു സൂറത്തിന് ഒരുപാട് മഹത്വമുണ്ട്. കച്ചവടക്കാരെ, കച്ചവടക്കാർ
ശ്രദ്ധിച്ചോ, രാവിലെ കട തുറക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 തവണ ഓതിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലി കടയിലേക്ക് കയറി അതാ കടയിൽ കേശ് വെക്കുന്ന സ്ഥലത്ത് ചേറിൽ പോയിരുന്നിട്ട് കഴിയുമെങ്കിൽ 11 തവണ ഖുൽ ഹുവല്ലാഹു, പറ്റില്ലേ 3 തവണ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയിട്ട് ഞാൻ കച്ചവടം തുടങ്ങുമെന്ന് തീരുമാനിച്ച് 6 മാസം ഒന്ന് പരീക്ഷിച്ചോ, നിനക്ക് കച്ചവടത്തിൽ വലിയ ലാഭം കൊയ്യും തീർച്ചയാണ്. വല്ലാത്ത മഹത്വമാണ് ദുനിയാവും ആഖിറവും തരുന്നത് ഖുർആനാണ്. ഞാൻ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് കൂടുതലായി ഇതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഞാൻ എന്റെ ചെറുപ്പക്കാർക്കൊരു സന്തോഷം പറഞ്ഞോട്ടെ സഹോദരിമാർക്ക്. പാത്രം കഴുകുമ്പോ, മുറ്റമടിക്കുമ്പോ, കുട്ടികളെ താരാട്ട് പാടുമ്പോ എപ്പോഴും ചെല്ലാൻ കഴിയുന്നത് തെറ്റില്ലല്ലോ. ഖുൽ ഹുവല്ലാഹു സൂറത്ത് നമ്മൾ നാവലെപ്പോഴും വരുന്നതല്ലേ. മഹ്ശറാ ലോകത്തെത്തുമ്പോ എല്ലാവരും ഒരുമിച്ച് കൂടിയ സദസ്സിൽ നിന്ന് ഒരു ചെറിയ കുട്ടിയുടെ ഒരു കരച്ചിൽ, പടച്ചവനെ പടച്ചവനെ എന്റെ ആളുകളെ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല റബ്ബേ. ആലോചിച്ച് നോക്കൂ, വലിയ വലിയ കുട്ടികളൊക്കെ എത്ര പറഞ്ഞാലും സ്വീകരിക്കാത്ത ഉമ്മ, ചെറിയ കുട്ടി നേരെ മാക്സിം പിടിച്ചിട്ട് അങ്ങ് വാ വിട്ട് കരയാൻ തുടങ്ങിയാൽ എത്ര കടുപ്പമുള്ള ജോലിയാണെങ്കിലും എടുത്ത് മുല കൊടുക്കുകയില്ലേ? നമ്മളത് കാണുന്നില്ലേ? അതുപോലെ ചെറിയ കുട്ടിയാകുന്ന ഖുൽ ഹുവല്ലാഹു സൂറത്ത് എന്റെ ആളുകൾ ഈ വെയിലത്ത് നിൽക്കുന്നത്, ഈ കാണുന്ന മഹ്ശറിൽ നിൽക്കുന്നത് എനിക്ക് താങ്ങാൻ കഴിയില്ല റബ്ബേ, എനിക്കവരെ കിട്ടണമെന്ന് പറഞ്ഞങ്ങ് കരയുമ്പോ അല്ലാഹു ശഫാഅത്ത് സ്വീകരിച്ച് ഖുൽ ഹുവല്ലാഹുവിന്റെ ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് ആ സദസ്സ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമെന്ന ഹബീബ് റസൂലുള്ളാഹ്. ആർക്കാണ് ഇതിന് ബുദ്ധിമുട്ടുള്ളത്? അതാ ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. ആ ചെറുപ്പക്കാരൻ വന്നു, തന്റെ ശരീരം ഒന്ന് തണുപ്പിച്ചു, ഹൃദയം 3 റക്അത്ത് തണുപ്പിച്ചു. കാരണം വല്ലാതെ ചൂടായിട്ടില്ല, ഷോപ്പിംഗല്ലേ നടന്നിട്ടുള്ളൂ. ഇയാള് നേരെ വന്ന് 3 റക്അത്ത് തണുപ്പിച്ചു. 6 റക്അത്ത് തണുപ്പിച്ചിട്ട് ആ പാപം ചെറുപ്പക്കാരൻ നേരെ യാസീൻ ഓതി, തബാറക ഓതി, ഇദാ വഖഅത്ത് ഓതി, ഖുൽ ഹുവല്ലാഹു ഓതി, ഫാത്തിഹ ഓതി, അദ്ദാദ് ചൊല്ലി എല്ലാം കഴിഞ്ഞ റാഹത്തായി. അതാ ഇങ്ങനെ ദിക്റും സ്വലാത്തുമായി പള്ളിയിൽ ഇങ്ങനെ കൂടുകയാണ്. പെട്ടെന്ന് ഇസ്ലാം വന്നിട്ട് പറയുന്നു, മോനെ നിന്റെ ഉമ്മ അതാ മരുന്നിന് കാത്തിരിക്കുകയാണ്, ഭാര്യ കാത്തിരിക്കുകയാണ്. ഭാര്യയുടെ മുഖത്ത് നോക്കി ചുംബിക്കൽ ഇബാദത്താണ്, ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ ഇബാദത്താണ്, നെഞ്ചു പൈതങ്ങളെടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ചുംബിക്കൽ ഇബാദത്താണ്. വെറുതെ നോക്കിയാൽ പ്രതിഫലം കിട്ടുന്ന 4 സ്ഥലമുണ്ട്. അതിലൊന്ന് പരിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് കഅബയാണ്, മറ്റൊന്ന് പണ്ഡിതന്റെ മുഖത്തേക്കാണ്. മറക്കണ്ട, ഒരു യഥാർത്ഥ പണ്ഡിതന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഒരാൾ നോക്കിയാൽ അവന്റെ ഇബാദത്ത് സ്വീകരിക്കാൻ അത് കാരണമാണ്. 4-മത്തത് ഉമ്മയുടെ മുഖത്തേക്കാണ്. ഒരു ചെലവുമില്ലല്ലോ, സ്വന്തം ഉമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ, ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കൽ ഇബാദത്താണ്. 12 മണിയായിട്ടും റോട്ടിൽ നിന്ന് പോകാത്ത ചില വിഡ്ഢികളായ സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരെ വിഡ്ഢി എന്ന് പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം, ഞാൻ കടുപ്പമായി പോയി. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന സ്നേഹം കൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ അടുത്ത് പോയിരുന്ന തമാശ പഠിച്ചാൽ സ്വർഗം തരാമെന്ന് പറയുന്ന ഒരു മതം, സ്വന്തം കുഞ്ഞിനെ കാണുമ്പോൾ നെളുത്ത് ചുംബിക്കുന്നതിന് സ്വർഗം തരാമെന്ന് പറയുന്ന ഒരു മതം, പ്രിയപ്പെട്ട മാതാവിനോട് ആ സുഖമല്ലേ എന്ന് ചോദിക്കുന്നതിന് സ്വർഗം തരാമെന്ന് പറയുന്ന ഒരു മതം. ആ മതത്തിന്റെ അനുയായികൾ ആവശ്യമില്ലാതെ 12 മണി വരെ റോഡരികിൽ താമസിക്കേണ്ട കാര്യം എന്താണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ടൗണാണ്. എനിക്കും നിങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ടൗണാണെന്ന് പറയുന്നത് അതുപകേടല്ലേ? പക്ഷേ പറയാതിരുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ, സംഭവം അങ്ങനെയല്ലേ? എനിക്കും നിങ്ങൾക്കും ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഖുർആനായി അതാ പള്ളിയായി മാറാറുണ്ടോ? സ്വന്തം ചിന്തിച്ചോ? ഞാൻ എന്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ചെറുപ്പക്കാരെ, സ്വന്തം വീട്ടിൽ പോയി ഉമ്മയോട് സംസാരിച്ച്, മക്കളോട് തമാശ പൊട്ടിച്ച്, ഭാര്യയോട് തമാശ പറഞ്ഞിട്ട് ഇങ്ങനെ സമയം നീക്കി കുറെ അങ്ങ് കഴിയുമ്പോ നിനക്ക് കൃത്യമായി ഉറങ്ങാനുള്ള സമയമായി. ഉറക്കം ഒരു മനുഷ്യന് ആരോഗ്യമാണ്, ആവശ്യമാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട നബി തങ്ങളെ ഭാര്യ, ഞങ്ങളെ ഉമ്മയുമായ പ്രിയപ്പെട്ടവരെ, പുന്നാര നബി തങ്ങളുടെ
രാത്രി നിസ്കാരത്തിന്റെ സ്വഭാവം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പുന്നാരനിതങ്ങൾ കിടന്നുറങ്ങും, നിസ്കരിക്കും, കിടന്നുറങ്ങും, വീണ്ടും നിസ്കരിക്കും, വീണ്ടും കിടന്നുറങ്ങും. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം അതാണ്. ഉടനെ സ്വഹാബികൾ കൂടിയിരുന്ന് മുത്തുനബിക്ക് അങ്ങനെയൊക്കെ മതി. കാരണം അവിടുന്ന് ഒരു തെറ്റും ചെയ്യില്ല, തെറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അവിടുന്ന് അല്ലാഹു മഹസൂമാക്കി വെച്ചതാണ്. അതുകൊണ്ട് പുന്നാര നബി തങ്ങൾക്ക് അത്രയൊക്കെ മതി. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചു എന്നിട്ട് നമ്മളെ കൽബ് നന്നായില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇബാദത്ത് ചെയ്താൽ പോരാ. ഞാൻ ഇന്നു മുതൽ ഉറങ്ങുന്നില്ല, ഞാൻ ഇന്നു മുതൽ ഭാര്യമാരെ സമീപിക്കുന്നില്ല, ഞാൻ ഇന്നു മുതൽ എല്ലാ ദിവസവും നോമ്പ് തന്നെയാണ് അങ്ങ് തീരുമാനിക്കുന്നു. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരം അറിയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സദസ്സിലേക്ക് വന്ന് ചോദിക്കുന്നു, പ്രിയപ്പെട്ട സ്വഹാബികളെ, ഇന്നു മുതൽ ഉറങ്ങുന്നില്ലെന്ന് തീരുമാനിച്ചവരെവിടെ? ഇന്നു മുതൽ നോമ്പ് ഒഴിവാക്കില്ലെന്ന് തീരുമാനിച്ചവരെവിടെ? ഭാര്യമാരെ സമീപിക്കില്ല എന്ന് ഉറപ്പിച്ചവരെവിടെ? സന്തോഷത്തോടെ പ്രസന്റേഷൻ കിട്ടുമെന്ന് റാഹത്തോടെ വലിയ റാഹത്തിൽ ഇങ്ങനെ സ്വഹാബികളെ, ഞങ്ങളാണ് നബിയെ, അവിടുന്ന് ഞങ്ങളെ പ്രശംസിക്കുമെന്ന് സന്തോഷത്തോടെ വരുമ്പോൾ നബി തങ്ങൾ പറയുന്നതോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പടച്ചറപ്പിനെ പേടിക്കുന്നതാരാ? എല്ലാവരും പറഞ്ഞു, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. എന്നാൽ ഞാൻ ഉറങ്ങുന്നില്ലേ, ഞാൻ നിസ്കരിക്കുന്നില്ലേ, ഞാൻ എന്റെ ഭാര്യമാരെ സമീപിക്കുന്നില്ലേ? ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുമ്പോ എപ്പോഴും നിങ്ങൾ ഉറക്കൊഴിവാക്കിയിട്ട് 24 മണിക്കൂറും നിസ്കാരം തന്നെ എന്നല്ല. ഇസ്ലാം എന്ന് പറയുന്നത് കച്ചവടമാണ്, ഇസ്ലാം എന്ന് പറയുന്നത് നിസ്കാരമാണ്, ഇസ്ലാം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആണ്, ഇസ്ലാം എന്ന് പറയുന്നത് നന്നായി നോമ്പ് നോക്കലാണ്. ഭൗതികവും ആത്മീയവും ഒരുമിപ്പിക്കുന്നതാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് മതം വന്നിട്ട് പറയുന്നു, മോനെ കിടന്നുറങ്ങാൻ സമയമായി, ദിക്റും ഔറാദുമായി പള്ളിയിൽ ഇരുന്നുകൂടാ. സുബ്ഹാനല്ലാഹ്, അങ്ങ് കിടന്നുറങ്ങി സുബഹി ബാങ്ക് വിളിക്കാൻ വീണ്ടും അവനെ വിളിച്ചുണർത്തുകയാണ്. ഇങ്ങനെ കൃത്യമായി മനുഷ്യ ജീവിതത്തിന്റെ പുരോഗതിക്കും വളർച്ചക്കും ഒരു ടൈം ടേബിൾ നൽകിയ മതം. ആ മതം ലോകത്ത് കൊണ്ടോ മനുഷ്യന്റെ ഗുണത്തിന് ആവശ്യമുള്ള സകലതും പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞു വച്ചിരിക്കുന്ന മൂന്നാമത്തെ കാര്യം പരസ്പര സ്നേഹമില്ലായ്കയല്ലേ ലോകത്തെ പ്രതിസന്ധിയുടെ കാരണം. ആ പരസ്പര സ്നേഹത്തിന്റെ അഭാവമാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്നെല്ലാവരും പേടിക്കുകയാണ്, ആർക്കും സമാധാനമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടിയാണ്, ഭർത്താവിന് ഭാര്യയെ പേടിയാണ്. ഭാര്യയെ കൊണ്ടുവന്ന് വെട്ടിക്കുറച്ച് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിക്കാൻ മാനസികമായി വളർന്ന ഭർത്താക്കളാണ് മലയാളികൾ. സ്വന്തം ഭർത്താവിനെ കഠിനമായി ബ്രീഫ് കേസിൽ അടക്കി വെച്ച് കേരളം മുഴുവനും ചുറ്റിക്കറങ്ങുന്ന പെൺകുട്ടികളാണ് മലയാളി പെൺകുട്ടി. ഈ ഒരു അവസ്ഥ ബാപ്പാക്ക് മകനെ പേടിയാണ്, മക്കൾക്ക് വാപ്പയെ പേടിയാണ്. അയൽവാസികൾ തമ്മിൽ അന്യോന്യം ഭയമാണ്, അയൽ നാട്ടുകാർ തമ്മിൽ ഭയമാണ്. നമ്മുടെ രാജ്യത്തൊരു തമിഴ്നാട്ടുകാരനായ സഹോദരൻ 50 കൊല്ലമായി തൊഴിലെടുത്തു വരുന്ന സഹോദരൻ, ആർക്കും അയാളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആ സഹോദരൻ മുല്ലപ്പെരിയാറിൽ ആരോ അടി നടക്കുന്നു എന്നും പറഞ്ഞ പാവത്തിന് ഇവിടെ ജീവിക്കാൻ പേടിയാണ്. ജീവിതത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ പോയ പാവപ്പെട്ട നല്ല മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ചെറുപ്പക്കാർ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. എല്ലാവർക്കും അന്യോന്യം ഭയമാണ്. ഇന്ത്യക്ക് പാകിസ്ഥാൻ പേടിയാണ്, പാകിസ്ഥാന് ചൈനയെ പേടിയാണ്, ചൈനയ്ക്ക് ഇന്ത്യയെ പേടിയാണ്. ലോകം മുഴുവനും അന്യോന്യം ഭയപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു പകരം പരസ്പര സ്നേഹമാണ് ഒരു വിഭാഗത്തിന്റെ, ഒരു മനുഷ്യന്റെ, മനുഷ്യ സമുദായത്തിന്റെ വിജയത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം കൃത്യമായി പറയുന്നത്, മനുഷ്യ സമുദായത്തെ വിളിച്ചിട്ട് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, മറ്റു മനുഷ്യർ ഇയാളെ തൊട്ട് സുരക്ഷിതരാകുന്നത് അപ്പോഴാണ് ഒരു മനുഷ്യൻ മുസ്ലിമാകുന്നത്. അതായത് അവൻ സുരക്ഷിതനാകുന്നത്. ഈ ഒരു പരസ്പര സ്നേഹത്തിന് ഏറ്റവും ആവശ്യമുള്ളത് സ്വാർത്ഥതയില്ലാത്ത മനസ്സാണ്. ഈ സ്വാർത്ഥത കൂടുതൽ കടന്നു വരുന്നത് സാമ്പത്തിക മേഖലയിലാണ്. ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ അയാളെ രോഗത്തെ ചൂഷണം ചെയ്ത് എനിക്ക് പണമുണ്ടാക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുന്ന മേഖലയിലാണ് പലിശ കടന്നു വരുന്നത്. അതിന്
പകരം അയാൾക്ക് കടം കൊടുക്കുന്നത് ഇബാദത്താണെന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ കടം കൊടുക്കാൻ കഴിയുമ്പോൾ കടം തിരിച്ചു കിട്ടാൻ കഴിയാതെ വരുമ്പോഴോ അയാൾ ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത്. അയാൾക്ക് ആ പാപം മനുഷ്യൻ അത് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ട്. ഒന്ന്, നിർബന്ധമായി തന്നെ വിട്ടുകൊടുക്കാൻ അവസരങ്ങളുണ്ട്. രണ്ടാമത് സുന്നത്തായി വിട്ടുകൊടുക്കാനുള്ള വഴികളുണ്ട്. ഈ രണ്ട് വഴികളിലൂടെ മനുഷ്യർക്കിടയിൽ പരസ്പര സ്നേഹത്തിന്റെ വലിയ നാമ്പുകൾ ഉയർത്തിയെടുക്കുകയും അന്യോന്യം വിശ്വാസമില്ലായ്മയ്ക്ക് കളമൊരുക്കുന്ന സ്വാർത്ഥതയിൽ നിന്ന് മനുഷ്യനെ പൂർണ്ണമായും രക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വിശുദ്ധ ഇസ്ലാം സകാത്തും സ്വതക്കയും ലോകത്തിന് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അത്തരം ഒരവസ്ഥ ലോകത്ത് വന്നപ്പോഴോ പടച്ച റബ്ബേ സ്വന്തത്തെക്കാളേറെ അന്യനെ സ്നേഹിക്കുന്ന ഒരു കൽബ് ചെറുപ്പക്കാരെ അങ്ങ് മദീന ഷരീഫിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മുന്നിൽ പതുങ്ങി മറ്റൊരു മനുഷ്യനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ മനസ്സ് പറയുന്നു, പടച്ചവനെ ഈ മനുഷ്യൻ പതുങ്ങി പോവണമെങ്കിൽ ഒന്നുകിൽ മോഷ്ടാവാണ്, അതുമല്ലെങ്കിൽ വ്യഭിചാരിയാണ്. പുന്നാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തു ഷരീഫിൽ വ്യഭിചാരിയായ ഒരു ചെറുപ്പക്കാരനോ മോഷ്ടാവായ ഒരു ചെറുപ്പക്കാരനോ താങ്ങാനങ്ങ് കഴിയുന്നില്ല. മുസ്ലിമായ മനുഷ്യന്റെ സ്വഭാവം അതല്ലേ? മറ്റൊരാളിൽ ഒരു കുറവ് കണ്ടാൽ ആ കുറവ് പൊക്കിപ്പിടിച്ച് ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ച് അയാളെ കൂടുതൽ വിഷമിപ്പിക്കുന്നതിന് പകരം അയാൾ നിസ്കാരം ഒഴിവാക്കുന്നല്ലോ, അദ്ദേഹം വ്യഭിചരിക്കുന്നല്ലോ, അദ്ദേഹം മദ്യപിക്കുന്നല്ലോ, അദ്ദേഹത്തിന് വലിയ നരക ശിക്ഷ ലഭിക്കാൻ പോകുന്നല്ലോ, അയാളെ രക്ഷപ്പെടുത്തണമല്ലോ. ഈ ഒരു ചിന്തയുള്ളവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. ചെറുപ്പക്കാരെ, ആ വിശ്വാസിയുടെ മനസ്സിലുള്ള ഈ ചിന്ത കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. അതുകൊണ്ടാണ് സുന്നി യുവജന സംഘം ഉണ്ടായത്. അതുകൊണ്ടാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടായത്. പഠിച്ചവനെ പരസ്പര സ്നേഹത്തിന്റെ ഭാഗമായി ഒരു മുഅ്മിനായ മനുഷ്യൻ വിഷമിക്കരുതല്ലോ, അയാൾക്കൊരു ബുദ്ധിമുട്ട് വരരുതല്ലോ, അദ്ദേഹം നരകത്തിലെത്തല്ലോ. ഈ ഒരു ചിന്തയാണ് നമ്മുടെ പ്രാസ്ഥാനിക കുടുംബങ്ങളുടെ മുഴുവനും ലക്ഷ്യവും. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ ഘട്ടങ്ങളെ, ആ ലക്ഷ്യമുള്ളത് കൊണ്ട് മദീനയിലെ അന്നത്തെ ഒരു ദീനീ പ്രവർത്തകന്റെ മനസ്സ് പെടുകയാണ്. എവിടെന്നാണ് റബ്ബേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക? ഇയാൾ എന്തിനാണ് പോകുന്നത്? തേടിപ്പിടിക്കണമല്ലോ. തൊട്ട് പിന്നാലെ ചെന്നു. ആ ചെറുപ്പക്കാരനൊരു ചെറ്റപ്പുരയിലേക്ക് അങ്ങ് കയറി. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ആ പുരയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാവാമല്ലോ, ഞാൻ എന്തിനാ അയാളെ കുറിച്ച് മോശമായി ചിന്തിക്കണം? ഈമാനുള്ള മനുഷ്യന്റെ കൽബ് അങ്ങനെയാണ് പോവേണ്ടത്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ കുറെ അവിടെ കാത്തിരുന്നു. കുറെ കൂടി അങ്ങ് കഴിയുമ്പോ ആ മനുഷ്യനിങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബിയുടെ നെഞ്ച് പടയുന്നു. പുന്നാര നബി തങ്ങളെ പരിശുദ്ധമായ മദീനത്തു ഷരീഫിൽ അർദ്ധരാത്രി സമയത്ത് പെൺകുട്ടികളുടെ വീടും തേടി ചെച്ചപ്പുരയുടെ വാതിലുകൾ തുറന്നു പോകുന്ന ചെറുപ്പക്കാരോ റബ്ബേ, താങ്ങാനങ്ങ് കഴിയുന്നില്ല. ആ ചെറുപ്പക്കാരൻ സുബഹി വരെ കരയുകയാണ്. സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഓടിച്ചെല്ലുകയാണ്. അവർ രക്ഷപ്പെടുത്തണമല്ലോ. മെല്ലെ ചെന്ന് കഥകളുടെ ചാരത്ത് ചെന്ന് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു, മറുപടിയില്ല. രണ്ടാമതും സലാം പറഞ്ഞു, മറുപടിയില്ല. മൂന്നാമതും സലാം പറഞ്ഞു, മറുപടിയില്ല. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ മെല്ലെ കഥകു തുറന്നു അകത്തേറി. ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് 3 തവണ സലാം പറഞ്ഞിട്ട് മറുപടിയില്ലെങ്കിൽ തിരിച്ചു പോരണമെന്നാണ്. പക്ഷേ ഇവിടെ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെയും അയാളെ വ്യഭിചരിച്ച ചെറുപ്പക്കാരനെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ. അതിന്റെ കടമയാണല്ലോ. ഞാൻ മാത്രമല്ലേ ഇവരുടെ അപകടം കണ്ടിട്ടുള്ളൂ. ഇവർ നരകത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഞാൻ നോക്കി നിൽക്കുകയോ? ഇയാൾ വേഗം അകത്ത് കയറി ചോദിച്ചു, ഈ വീട്ടിൽ ആരാണ്? മറുപടിയില്ല. അകത്തെ റൂമിൽ കയറി ചോദിച്ചു, മറുപടിയില്ല. ദേഷ്യത്തോടെ അവരൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഞരക്കം നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഉമ്മയുണ്ട്. ശരീരം മുഴുവനും തളർവാദം പിടിപെട്ട് കിടക്കുകയാണ്. ആ പാവപ്പെട്ട ഉമ്മ വല്ലാതെ വിഷമിച്ചു കിടക്കുന്നു. ആ കിടപ്പിൽ തന്നെ മൂത്രിച്ചിട്ടുണ്ട്, കാട്ടിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ മെല്ലെ ചോദിക്കുന്നു, ഉമ്മ, നിങ്ങളെ വീട്ടിൽ സുന്ദരിയായ ഒരു മകളില്ലേ? അവൾ എവിടെയാണ്? ആ ഉമ്മ പറഞ്ഞു, മോനെ, എനിക്ക് മക്കളില്ലല്ലോ. അത് നിങ്ങൾ എന്നോട് കള്ളം പറയുകയാണ്. ഈ വീട്ടിൽ ചെറുപ്പക്കാരി തേടി വരുന്ന ഏതോ ഒരു പെൺകുട്ടിയില്ലേ?
ഇല്ല മോനെ, ഈ വീട്ടിൽ എനിക്കാരുമില്ല. പിന്നെ എന്റെ ഉമ്മയാരാണ് കുളിപ്പിക്കാറുള്ളത്, ആരാണ് ഭക്ഷണം തരാറുള്ളത്? ആ ഉമ്മ പറയുന്നു, മോനെ എല്ലാ ദിവസവും അർദ്ധരാത്രി സമയമായാൽ ഒരു ചെറുപ്പക്കാരൻ എന്റെ റൂമിലേക്ക് കയറി വന്ന് എന്റെ കാട്ടവും മൂത്രവും കഴുകി വൃത്തിയാക്കും. എനിക്ക് കുളിപ്പിക്കാനുള്ള വെള്ളം ശരീരത്തിൽ ഒഴിച്ചു വരും. എന്റെ വായിലേക്ക് എന്റെ വസ്ത്രം മാറ്റി ഭക്ഷണം തന്ന് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ അദ്ദേഹം അങ്ങ് തിരിച്ചു പോകും. ആ സമയത്ത് ചോദിച്ചു, ആരാണ് അദ്ദേഹം നിങ്ങൾക്കറിയുമോ? അദ്ദേഹത്തിന്റെ മനസ്സ് പടയുന്നു, പടച്ചവനെ. ആരും അറിയാതെ അർദ്ധരാത്രി സമയത്ത് ഏതോ ഒരു സഹോദരിയുടെ കാട്ടവും മൂത്രവും കഴുകാൻ അള്ളാഹുവിനെ പേടിച്ചു മെല്ലെ നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ. എന്ത് വലിയ ലോകമാണ്, എന്തൊരു റാഹത്താണ്, എന്തൊരു സന്തോഷമാണ്. ഇസ്ലാമിന്റെ സൗന്ദര്യം എത്ര വലുതാണ്. സ്വന്തം ഉമ്മയെ തെരുവിലേക്ക് എറിയുന്ന കാലഘട്ടത്തിലല്ലേ ഞാനിത് പറയുന്നത്. സ്വന്തം ഉമ്മയെ റൂമിലിട്ട് മൂത്രമൊഴിക്കാൻ കാട്ടിക്കാൻ വിടാതെ മലമൂത്രത്തിൽ കിടന്ന് പുഴുവരിച്ച് ഇഞ്ചിഞ്ഞായി കൊല്ലുന്ന മക്കളുടെ കാലഘട്ടത്തിലല്ലേ നമ്മളിത് പറയുന്നത്. ഇസ്ലാം എത്ര സൗന്ദര്യമാണ്, ഇസ്ലാം എത്ര റാഹത്താണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഡിസംബറിലെ ആദ്യത്തെ ഞായറാഴ്ച കോഴിക്കോട് സിറ്റിയിലെ ഒരു ക്രൈസ്തവ ചർച്ചിലെ ഒരു ഇടവക ലേഖനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രഭാഷണത്തില് മലപ്പുറം ജില്ലയിൽ ഞങ്ങളൊരു വൃദ്ധസദനത്തിന് കൂട്ടുകൂട്ടി. അവിടെ ഒരാളുടെയും അപേക്ഷ വന്നില്ല. ഇത് ഇന്ന് പറഞ്ഞാൽ നാളെ നിലനിൽക്കുമോ എനിക്കറിയില്ല. അത് മുസ്ലിം സമുദായത്തിൽ മാതാപിതാക്കളുള്ള ബഹുമാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് കൃത്യമായി ചർച്ചിലെ പാതിരി പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ആ സൗന്ദര്യമുള്ള വിശുദ്ധ ഇസ്ലാം സ്വന്തം മാതാപിതാക്കളെ മാത്രമല്ല, ഇയാളാരാണെന്നറിയില്ല, എവിടത്തെ കാരനാണെന്നറിയില്ല, എന്താണ് ജോലി എന്നറിയില്ല, തന്റെ ആരുമല്ലാത്തൊരു മാമയുടെ കാട്ടം കഴുകാനും ഒത്തിക്കാരും പോവുകയാണ്. അവസാനം ചോദിച്ചു, നിങ്ങളോട് അദ്ദേഹത്തിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരൊറ്റ ദിവസം ഈ രാജ്യത്തൊരു അമീറുൽ മുഅ്മിനീനുണ്ട്. പാവപ്പെട്ട ദോഷിയായ അദ്ദേഹത്തിന്റെ ദോഷം പൊറുക്കാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് മോനെ എന്ന് പറയുമ്പോ ഒരു രാഷ്ട്രത്തിന്റെ തലവനാണ് അർദ്ധരാത്രി സമയത്ത് അനുയായികളിൽ ഒരാളെയും അറിയിക്കാതെ തന്റെ ആരുമല്ലാത്തൊരു സഹോദരിയുടെ കാട്ടം കഴുകാനും മൂത്രം കഴുകാനും ഭക്ഷണം കൊടുക്കാനും വേണ്ടി അള്ളാഹുവിനെ പേടിച്ച് പുറപ്പെടുന്നത് ചെറുപ്പക്കാരെ. ഇത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥയാണെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ബറക്കത്ത് നമ്മുടെ സദസ്സിന് നൽകട്ടെ, അവിടുന്ന് വഫാത്താകുന്നതിന്റെ കുറച്ചു മുമ്പ് കക്കാടിലൂടെ ഹൈവേയിലൂടെ വരികയാണ്. പെട്ടെന്ന് ശക്തമായ മഴ പെയ്യുന്നു. മഴയങ്ങ് ശക്തമാകുന്നു എന്ന് കാണുമ്പോ കൂടെ പോകുന്ന മക്കൾക്കൊക്കെ വല്ലാത്ത വിഷമം. റോഡിൽ മുഴുവനും വെള്ളം നിൽക്കും. കുണ്ടൂരിലേക്ക് പോകുന്ന വഴിയോരത്ത് വയലിന് നടുവിലൂടെ റോഡുണ്ട്. പെട്ടെന്ന് വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. വേഗം നാട്ടിലെത്തിയെങ്കിലും ആലോചിക്കും. ഉസ്താദ് വണ്ടി നിർത്താൻ പറയുന്നു. ഒന്നും പറയാതെ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് കൂടെയുള്ളവർക്ക് ഉസ്താദിന്റെ സ്വഭാവം അറിയാം. മനസ്സിൽ വിഷമം വന്നാൽ പിന്നെ സംസാരിക്കില്ല. റബ്ബിനോട് മാത്രം സംസാരിച്ച് തല താഴ്ത്തിയിരിക്കാറാണ് പതിവ്. എന്തോ ഒരു സങ്കടം ഉസ്താദിനുണ്ടല്ലോ എന്ന് ചിന്തിച്ചു മെല്ലെ ചെന്ന് ചോദിക്കുന്നു, എന്തേ ഉസ്താദ്? ഉസ്താദിന്റെ മറുപടി കണ്ടോ? കൊപ്പര ചിക്കിയിരിക്കുന്നത് മഴ കൊണ്ടിരിക്കുമെന്ന സങ്കടമല്ല, പണി തുടങ്ങി വെച്ചത് മഴ കൊണ്ട് വീടുമെന്ന ദുഃഖമല്ല, എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്കൂളിൽ പോയിരിക്കുന്നു, തിരിച്ചു വരാൻ കൂടെയില്ലല്ലോ എന്ന വിഷമമല്ല, എന്റെ ബിസിനസിനെ ബാധിക്കുന്ന എന്തെങ്കിലും അപകടം സംഭവിക്കുന്നു എന്ന സങ്കടമല്ല. സാധു പറയുന്നത് നോക്കൂ, ആ കാണുന്ന ആ വാഹനം നിറയെ പൂളയാണ്, കപ്പയാണ്. ആ കപ്പ നല്ല ഒരു കച്ചവടത്തിന് വേണ്ടി പാവം ഒരു മനുഷ്യൻ കൊണ്ടുവന്നതാണ്. പെട്ടെന്ന് മഴ പെയ്യുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ മഴ കൊണ്ടാൽ ആ കപ്പ, ആ പൂള മുഴുവനും നനഞ്ഞു പോകുമല്ലോ. പൂള മുഴുവനും നനഞ്ഞു പോയാൽ നാളെ അത് വിൽക്കാൻ പറ്റില്ല, അതിന്റെ നിറം കേടുവന്നു പോകും, പിന്നെ അത് കഴിക്കാനൊക്കില്ല. ഈ പൂള മുഴുവനും നനഞ്ഞു പോയാൽ ആ പാവപ്പെട്ട മനുഷ്യൻ വല്ലാത്ത നട്ടത്തിലാവില്ലേ?
ഒരു മനുഷ്യന്റെ ചിന്ത നോക്കണം. അയാൾ ആരാണ് ഉസ്താദിനറിയില്ല, ഏതു നാട്ടുകാരനാണെന്നറിയില്ല, ഏതു മതക്കാരനാണെന്നറിയില്ല, എവിടത്തുകാരനാണെന്നറിയില്ല. ഉസ്താദിനറിയുന്നത് ഒരു മനുഷ്യനാണ്. കച്ചവടം ഉദ്ദേശിച്ചു വന്ന ഒരു നല്ല ബിസിനസ്സുകാരനാണ്. അയാള് വലിയ പരീക്ഷയിൽ വന്നതാണ്. കനത്ത നഷ്ടം വരാൻ പോവുകയാണ്. ഏതോ ഒരു മനുഷ്യന് നഷ്ടം വരുന്നല്ലോ, അതാലോചിച്ചിട്ട് സങ്കടപ്പെടുന്നു. ചെറുപ്പക്കാരെ, നമുക്കൊരു പ്രതീക്ഷയുണ്ടോ? ഇത്തരം മഹാന്മാരെ മഹബത്ത് വെച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് അവർക്കൊരു സങ്കടം സഹിക്കാൻ കഴിയും. നമുക്കൊരു സങ്കടം വരുന്നത് സഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവര് അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ വിഷമിക്കുമ്പോ അത് നോക്കി നിൽക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. അവര് നമുക്ക് വേണ്ടി കരയുമല്ലോ. ആ കരച്ചിൽ നമ്മെ രക്ഷപ്പെടുത്തുമല്ലോ. അല്ലാഹു മഹാന്മാരെ സ്നേഹിക്കുന്ന, അവിടുത്തെ മഹാന്മാർക്ക് ഹിദ്മ ചെയ്യുന്ന നാവും ശരീരവും കൽബും ചിന്തയുമൊക്കെ നമുക്ക് നൽകി അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ചെറുപ്പക്കാരെ, ഉസ്താദ് പറയുന്നത് ആ പൂളക്ക് മുഴുവനും കൂട്ടിയാൽ മതിപ്പ് വില എത്രയാകുമെന്നൊന്ന് ചോദിക്കുമോ? ഉസ്താദിന്റെ മക്കള് ഇത്രയും പൂള വാങ്ങിയിട്ട് എന്തിനാ? ഒരു 2 മാസം കഴിച്ചാലും തീരില്ലല്ലോ. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അതിന്റെ വില ചോദിക്കണം. എന്നിട്ടോ ആ പൂളയുടെ വില ചോദിച്ചിട്ട് അത് വാങ്ങണം. വാങ്ങിയിട്ടും കുണ്ടൂരിലെ മുഴുവൻ വീടുകളിലും പോകുന്ന വഴിയിൽ അത് കൊടുക്കണം. എന്നാ രാവിലെ എല്ലാ വീട്ടിലും പൂള കഴിക്കാൻ അവർക്ക് സൗകര്യമാണ്. ആ പാവം കച്ചവടം നട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുകയുമാണ്. നിങ്ങൾ ആലോചിക്കണം, എന്തായി പറയുന്നത്? ഒരാൾക്ക് ആവശ്യമുണ്ടായിട്ട് വാങ്ങുന്നതല്ല, തന്റെ സ്ഥാപനത്തിലെ കുട്ടികളെ ഭക്ഷണത്തിന് വാങ്ങുന്നതല്ല. ഇയാളെ നട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും കഴിയും, നാട്ടുകാർക്ക് മുഴുവനും പൂള കഴിക്കാനും കഴിയുമല്ലോ. നിങ്ങൾ ആലോചിക്കൂ, എത്ര വലിയ സ്നേഹമാണിത്. സുബ്ഹാനല്ലാഹ്, പൂള വാങ്ങാൻ വില ചോദിക്കുകയാണ്. വില പറഞ്ഞു ഉറപ്പിച്ചു നോക്കുമ്പോഴോ അതിന്റെ കീശയിലൊന്നുമില്ല, കുടുംബക്കാരുടെ കീശയിലില്ല, കൂടെ ഇരിക്കുന്ന ആരുടെ കയ്യിലും കീശയിൽ പണമില്ല. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ എന്തിനാ പണം? ഉസ്താദിന്റെ വീട്ടിലേക്കല്ല, ഉസ്താദിന്റെ സ്ഥാപനത്തിലേക്കല്ല. ഒരു പാവപ്പെട്ട മനുഷ്യനെ രക്ഷപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനാണ് ഇവിടെ പണം ആവശ്യമുള്ളത്. ഉസ്താദിന്റെ നേതാവ്, എന്റെയും നിങ്ങളുടെ നേതാവ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു മുഅ്മിനായ സഹോദരനെ നിങ്ങൾ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു നിങ്ങളെ സഹായിക്കും കേട്ടോ. കാണിക്കുകയാണ് ഉസ്താദ്. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കേറി വരുന്നു. അയാൾ പറയുന്നത്, എന്റെ കടയിൽ അതാ ഗൾഫിലുള്ള എന്റെ കട പൊളിച്ചു പോകാനായിട്ടുണ്ട്, പൊളിക്കണമെന്ന് ഗവൺമെന്റ് നോട്ടീസ് തന്നിട്ടുണ്ട്. അത് ഗവൺമെന്റ് നോട്ടീസ് എന്നാൽ പൊളിക്കുക അല്ലാതെ മാർഗമില്ല. ഞാനാണെങ്കിലും അതിലേക്ക് കുറെ കാശ് പെട്ടെന്ന് ഇറക്കിപ്പോയി കുറച്ചൊരു സാവകാശം കിട്ടാഞ്ഞാൽ എനിക്ക് വല്ലാത്ത നഷ്ടം വരും. ഉസ്താദ് ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ കട പൊളിക്കണ്ട, പകരം ആ പൂളക്കച്ചവടക്കാരന് പണം കൊടുത്തോ. നിങ്ങൾ ആലോചിക്കണം, പൂളക്കച്ചവടക്കാരൻ രക്ഷപ്പെടുന്നു, നാട്ടുകാർ മുഴുവനും പൂള കഴിക്കുന്നു, ആ മനുഷ്യന്റെ കടയും രക്ഷപ്പെടുന്നു. കറാമത്ത് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് കറാമത്ത് വരുന്നത്? ഇസ്ലാമിന്റെ സൗന്ദര്യവത്തായ മുഖം കൃത്യമായി ജീവിതത്തിൽ അങ്ങ് കാണിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ഭാഗങ്ങൾ വരികയാണ്. ഇസ്ലാമിലെ നോമ്പ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഇസ്ലാമിലെ ഹജ്ജ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഇസ്ലാമിന്റെ സൗന്ദര്യവും സംസ്കാരവും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ മറ്റു ദിവസങ്ങളിൽ നമുക്കത് വിശദീകരിക്കാം. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നത്, ഇസ്ലാമിക സമൂഹത്തിന് വളരുവാനും വികസിക്കുവാനും ആവശ്യമായ സകല നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്ന വിശുദ്ധ ഇസ്ലാം അനുസരിച്ചങ്ങ് ജീവിച്ചാൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ രക്ഷയുടെ കവചം നമുക്ക് നൽകിയ നേതാവ് അഷ്റഫുൽ വജൂദ് ഹബീബ് റസൂലുള്ളാഹ്, അവിടുന്നാണ് നമ്മെ ഈ ലോകത്ത് സൃഷ്ടിക്കാൻ കാരണമായി വന്നത്. അവിടുത്തെ മഹത്വം പറയാനാണ് റബ്ബ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. അവിടുത്തെ മദ്ഹ് പറയാനാണ് അല്ലാഹു ലോകത്തെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. അവിടുത്തെ ഔന്നിത്യം പരിശുദ്ധിക്കാനാണ് പടച്ച റബ്ബ് ലോകത്തെ എല്ലാ മഹത്വങ്ങളും നൽകിയത്.
സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഞാനിങ്ങനെ കിതാബ് മറിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിലൊരു സംശയത്തിന്റെ മറുപടി വരികയാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, മുഅ്മിനായ മനുഷ്യനൊരു മനുഷ്യൻ ആരാവട്ടെ, അയാളെ സൃഷ്ടിച്ചിരിക്കുന്ന ഏത് മണ്ണിൽ നിന്നാണോ ആ മണ്ണിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഖബർ വരാറുള്ളത്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധ കഅബ ശരീഫിന്റെ ഭാഗത്തുനിന്ന് കഅബ നിൽക്കുന്ന മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന അഭിപ്രായമില്ലേ? എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് എങ്ങനെയാണ് 500 കിലോമീറ്റർ ദൂരെ പരിശുദ്ധമായ മദീനത്തു ശരീഫിൽ എത്തിയത്? മനസ്സിലില്ലാത്തൊരു സംശയമുണ്ടായിരുന്നു. ഇന്നലെ കിതാബ് ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോ അവിടെ കാണുന്നു ഒരു തൂഫാൻ നടക്കുമ്പോ ആ തൂഫാനിന്റെ സമയത്ത് കഅബയിൽ നിന്ന് ഒരു തിരമാല ഇന്ന് റൗള ഷരീഫ് നിൽക്കുന്ന ഹുജറ ഷരീഫിലെത്തുകയും ഇവിടെ നിന്ന് അല്പം മണ്ണ് അങ്ങോട്ട് നീങ്ങുകയും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന ആ സ്ഥലത്ത് കഅബയുടെ ഭാഗത്തുനിന്ന് പോയ മൺതരികൾ തന്നെ അവിടുത്തെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലമായ പുന്നാരപ്പൂവ ഹബീബ് റസൂലുള്ളാഹ് ആ കഅബ ബഹുമാനപ്പെട്ട കഅബ നോക്കൽ പുണ്യമുള്ളതുപോലെ ആ ഖുബ്ബത്തുൽ ഖദറാ നോക്കൽ പുണ്യമാണ്. ഞാൻ ഇന്ന് നോക്കിയ കിതാബിൽ ഇന്നലെ കണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ആ പരിശുദ്ധമായ മദീനത്തു ശരീഫിൽ പോയി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് തങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ റൗള ശരീഫ് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ചെറുപ്പക്കാരെ മറക്കല്ല. പുന്നാരപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അതാ മിഅ്റാജിന്റെ രാത്രിയിൽ 3 സ്ഥലത്താണ് സുജൂദ് ചെയ്തത്. അതിലൊന്ന് പരിശുദ്ധമായ തൂർ സീനാ പർവ്വതമാണ്. മൂസ അലൈഹിസ്സലാം അല്ലാഹുമായി സംസാരിച്ച ബഹുമാനമുള്ള സ്ഥലമാണ്. രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട ഈസ അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണ്. ജനന സ്ഥലത്തിന് മഹത്വമുണ്ട്. പുന്നാര നബി തങ്ങൾ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ അവിടുത്തെ ജന്മസ്ഥലത്ത് ഇന്ന് നിലനിൽക്കുന്ന ആ മക്ബബിൽ അവിടുന്ന് ജനിച്ച സ്ഥലത്ത് അല്ലാഹ് ഈ 1932 വരെ എല്ലാ റബീഉൽ അവ്വൽ മാസത്തിലും അന്നത്തെ ഭരണാധികാരികളും അതോടൊപ്പം ഓരോ മശായിഖന്മാരും അവരുടെ ശിഷ്യന്മാരും ഓരോ ത്വരീഖത്തിന്റെ മഹാന്മാരും അവരുടെ ശിഷ്യന്മാരും പ്രത്യേകമായും കൂട്ടമായും റബീഉൽ അവ്വൽ 12 സുബഹി വരെ മൗലിദ് പാരായണം നടത്തിയിട്ടുണ്ട്. കൃത്യമായ പേരും തെളിവുകളുമുള്ള കിതാബുകൾ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ തിങ്കളാഴ്ച ദിവസം മദീനത്തു ശരീഫ് മഹാന്മാര് പ്രത്യേകമായി റൗള ശരീഫിന്റെ ചാരത്ത് മൗലിദ് പാരായണം സംഘടിപ്പിച്ച രേഖ നമ്മുടെ കയ്യിലുണ്ട്. എന്റെ ചെറുപ്പക്കാരെ, ആ പരിശുദ്ധമായ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസ്ഥലത്തിനു മഹത്വമുണ്ട്. ഈസാ അലൈഹിസ്സലാമിന്റെ ജന്മസ്ഥലത്തിനും മഹത്വമുണ്ട്. അവിടെ പോയി നബി തങ്ങൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. ആ മഹത്വമുള്ളതുകൊണ്ട് ഈസാ നബി ദൈവത്തിന്റെ പുത്രനോ ദൈവത്തിന്റെ ഭാഗമോ എന്ന് പറഞ്ഞ് അവിടുത്തെ കൊന്നുകളയേണ്ട കാര്യമില്ല. മുഅ്മിനീങ്ങളെ പോലെ ഈസാ നബി ആദരിക്കുന്ന മറ്റൊരു വിഭാഗമില്ല. ഈസാ എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മുഅ്മിനായ മനുഷ്യനും അലൈഹിസ്സലാം കൃത്യമായി പറയാതിരിക്കില്ല. അതേ സമയത്ത് നമ്മുടെ സഹോദര സുഹൃത്തുക്കൾ ഈസാ നബിയെ കൊല്ലാനുള്ള തിരക്കിലാണ്. എവിടെ നോക്കിയാലും ഈസാ നബി ക്രൂശിലേറ്റിട്ട് വികൃതമാക്കാനുള്ള തിരക്കിലാണ്. അല്ലാഹു അവർക്കും നല്ല മനസ്സ് കൊടുക്കുമാറാവട്ടെ. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നത്, പുന്നാര നബി തങ്ങൾ 3ാമത് സുജൂദ് ചെയ്തത് പരിശുദ്ധ റൗള ശരീഫിലാണ്. അല്ലാഹു പലതവണ അവിടെ നമ്മൾ എത്തിച്ചു തരുമാറാവട്ടെ. ആ പരിശുദ്ധമായ റൗള ശരീഫിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ച് വാവിട്ടിങ്ങനെ കരഞ്ഞും ചിരിച്ചും കവിതകൾ രചിച്ച ബഹുമാനപ്പെട്ട ശൈഖുനാ കുണ്ടൂർ ഉസ്താദിന്റെ ഖസീദത്തുൽ ഖദരിയ, അതിന്റെ ആലാപനമടക്കം വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ വ്യത്യസ്ത വീക്ഷണത്തിലൂടെ വിലയിരുത്തുന്ന സെമിനാർ അടക്കം കുണ്ടൂർ ഉസ്താദിന്റെ ആണ്ടുനേർച്ച വരാനിരിക്കുന്നു. അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഞാൻ എന്റെ കരളിന്റെ കണ്ണുകളോട് പറയുന്നത്,
അല്ലാഹുവിന്റെ ഹബീബാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ മഹബത്ത് വെച്ച് അവിടുന്ന് പഠിപ്പിച്ച വിശുദ്ധമായ ജീവിത വിജയത്തിന്റെ മാർഗങ്ങൾ നമ്മുടെ വ്യക്തിത്വ വികസനത്തിന്റെ മാർഗരേഖയായി സ്വീകരിച്ച് ദുനിയാവും ആഖിറത്തും വിജയിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നണീറ്റുന്ന ഹബീബിലേക്ക് അല്പം സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാ കുണ്ടൂർ ഉസ്താദിനോട് സാലിഹായി ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞു, എന്റെ കൽബ് നന്നായി കിട്ടണം, കൽബ് നന്നാവണമെന്ന് എന്താണ് മാർഗമുള്ളത്? ഉസ്താദ് പറഞ്ഞു, മങ്കൂസ് മൗലിദിനേക്കാൾ കൽബ് നന്നാക്കാൻ പറ്റിയ മറ്റൊന്നുമില്ല. മങ്കൂസ് മൗലിദ് ചെറുതല്ല ഉമ്മമാരെ, ക്യാൻസറിന് ചികിത്സയാണ്, മാറാരോഗങ്ങൾക്ക് ചികിത്സയാണ്. കുണ്ടൂർ ഉസ്താദിന്റെ ശൈഖ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം ഖാദിരി ത്വരീഖത്തിന്റെ ശൈഖുമാണ്. ഇസ്ലാമിക സംസ്കാരം മുഴുവനും അങ്ങനെയാണ് കടന്നു വന്നിട്ടുള്ളത്. ആത്മീയതയില്ലാത്തൊരു ഇസ്ലാമില്ല. അതവും ആത്മീയതയുമാണ് ഇസ്ലാമിന്റെ അടിത്തറ, മറന്നു പോകണ്ട. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി പാപ്പ അവിടുന്ന് വഫാത്താകുന്ന വിഷയം കുണ്ടൂർ ഉസ്താദ് അറിയുന്നത് ചെറുപ്പക്കാരെ മങ്കൂസ് മൗലിദിന്റെ പദത്തിൽ നിന്നാണ്, മറക്കരുത്. അതാ ബഹുമാനപ്പെട്ട ഉസ്താദ് മങ്കൂസ് മൗലിദ് അലവിക്കുട്ടി ഹാജിയുടെ വീട്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒരു വേടെത്തിയപ്പോ, ഒരു പദവെത്തിയപ്പോ പൊട്ടിക്കരഞ്ഞ് ഇറങ്ങി ഓടിയതാണ്. തിരൂരങ്ങാട് പള്ളിയിൽ പോയി ബോധരഹിതനായി കിടക്കുകയാണ്. പോയി കഴിഞ്ഞു കുറെ കഴിഞ്ഞു മകനെ വിളിച്ചു, ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി പാപ്പ വഫാത്തായിരിക്കുന്നു എന്നൊരു ഒളിവ് കിട്ടിയിട്ടുണ്ട്, പോയി നോക്കണേ എന്ന് പറഞ്ഞിട്ട് പോയി നോക്കി അന്വേഷിച്ചപ്പോ എവിടെന്നാണോ ഉസ്താദ് ഇറങ്ങി ഓടിയത് അപ്പോഴാണ് അവിടുത്തെ ഗുരുവന്ദ്യരായ ചാപ്പനങ്ങാടി പാപ്പ വഫാത്തായിരിക്കുന്നത്. അതുകൊണ്ട് കുണ്ടൂർ ഉസ്താദിനെ പോലെ കൽബ് നന്നായി നമുക്ക് രക്ഷപ്പെടാൻ, ചാപ്പനങ്ങാടി പാപ്പയെ പോലെ കൽബ് നന്നാവാൻ എന്റെ കരളിന്റെ കഠിനങ്ങളെ പ്രവർത്തകന്മാരെ, കൂട്ടുകാരെ, സഹോദരിമാരെ, മങ്കൂസ് മൗലിദ് നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കണേ. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ബൈത്തെങ്കിലും സ്ഥിരമാക്കുന്ന സ്വഭാവം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പണ്ഡിത പ്രതിഭകളുടെ പ്രഭാഷണങ്ങൾ, ഇസ്ലാമിക സീഡികൾ, കാലിക പ്രഭാഷണങ്ങൾ, ദഫ് ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, ഖുർആനിക ദൃശ്യശ്രാവ്യ സീഡികൾ തുടങ്ങി എല്ലാവിധ സീഡികളുടെയും മഹനീയ ശേഖരണം എക്കോ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്. കൂടാതെ തസ്ബീഹ് കൗണ്ടർ, ഇന്ത്യൻ വിദേശ അത്തറുകൾ, പെർഫ്യൂമുകൾ, വിദേശ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഞങ്ങളുടെ ശേഖരണത്തിൽ നിന്ന് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. ലേബറികൾക്കും കച്ചവടക്കാർക്കും ഞങ്ങൾ ഒരുക്കുന്ന പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഓർക്കുക. എക്കോ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, ഗ്രൗണ്ട് ഫ്ലോർ, മർക്കസ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്, മാവ് റോഡ്, കാലിക്കറ്റ്. طيبتي طيبة بيعت بيبي تبنا بطه حبيبي تبنا بطه يا من طلعت بدرا قد كنت أطيب طيبي قد كنت أطيب طيبي طوبى لمن بطيبة يا من تبت بطيبتي طيبة بيعت بيبي تبنا